ആദ്യമേ തന്നെ എല്ലാവരോടും ഒരു സോറി പറയട്ടെ. എന്തിനാണെന്നോ, കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് എന്റെ ചാനലിൽ സ്റ്റോറി ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാ വ്യൂവേഴ്സിനോടും എന്റെ സ്നേഹം മാത്രം. എന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അധികം നേരം കളയുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക്. നല്ല തണുപ്പുണ്ട്. നാളെ മുതൽ ജാക്കറ്റ് എടുക്കണം. കൈകൾ രണ്ടും കൂട്ടി തിരുമ്മിക്കൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. +1 കാലെടുത്ത് വെക്കുന്ന ദിവസമാണിന്ന്. അമ്മയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ദൂരം തന്നെയായിരുന്നു പ്രശ്നം. അടുത്തുള്ള സ്കൂളിൽ ഏതെങ്കിലും ചേർന്നാൽ പോരെ എന്നായിരുന്നു അമ്മയുടെ വാദം. എന്നാൽ അച്ഛൻ അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പുറത്തൊക്കെ പോയി പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വരട്ടെ എന്നായിരുന്നു അച്ഛന്റെ നിലപാട്. ബാങ്കിൽ അക്കൗണ്ടായി ജോലി എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് +1 കൊമേഴ്സ് തന്നെ എടുക്കണം. അതിനെ പറ്റിയൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് കുറച്ച് ദൂരെയാണ്. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. എന്നാലും സ്കൂള് നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. എന്റെ പേര് ദീപു. കുന്നും മലയും അരുവികളും പിന്നെ ധാരാളം റബ്ബറുകളുമുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് എന്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ. ഉൾനാടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ കടയും അതിനോട് ചേർന്നൊരു ചായക്കടയും പിന്നെ ഒരു ബസ് സ്റ്റോപ്പും അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെയുള്ളത് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള ടൗൺ ആണ്. ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ 2 ബസ് മാത്രമാണ് അങ്ങോട്ട് വരുന്നത്. രാവിലെ ഓട്ടം തുടങ്ങുന്ന സമയം 7 മണിക്കും 8 മണിക്കുമാണ്. രാവിലത്തെ 8 മണിക്കുള്ള ബസ്സിൽ പോയാൽ 9 മണിയാകുമ്പോഴേക്കും എന്റെ സ്കൂളിലെത്തും. നടന്നു നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സമയമായി വരുന്നതേ ഉള്ളൂ. ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കണ്ടക്ടറും ഡ്രൈവറും അവിടെ ചായക്കടയിൽ നിന്ന് എന്തോ കഴിക്കുന്നു. 15 മിനിറ്റിനുള്ളിൽ ബസ് എടുക്കും. അതിനിടയിൽ ആളുകൾ എത്താൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും പണിക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം അടക്കം ഏകദേശം ഒരു 10 പേര് കാണും. അവർ സ്ഥിരം യാത്രക്കാരാണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിയൊക്കെ കഴിഞ്ഞു വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. ആളുകൾ ബസ്സിൽ കയറി സീറ്റ് പിടിക്കാൻ തുടങ്ങി. ഞാൻ സെന്ററിലുള്ള ഒരു സീറ്റിൽ കയറിയിരുന്നു. കുറച്ചു സമയം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. കൺസെഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ ടിക്കറ്റ് കൊടുക്കുന്നവർക്ക് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ബസ്സിലെ സീറ്റുകൾ ഫുള്ളായി. പ്രായമായ ഒരാൾക്ക് ഞാൻ സീറ്റ് കൊടുത്തു. അടുത്ത സ്റ്റോപ്പിൽ നിന്നും കുറച്ചു പേർ കയറി. 1-2 പണിക്കാരും 2 സ്കൂൾ കുട്ടികളും അവരുടെ പിന്നാലെ ഒരു ചേച്ചിയും. അതാണ് നമ്മുടെ കഥയിലെ നായിക. ഞാൻ ആ ചേച്ചിയെ ശ്രദ്ധിച്ചു. സിനിമാ നടി കനികയെ പോലെ നല്ല ഉരുണ്ട മുഖം, മനോഹരമായി കണ്ണെഴുതിയിട്ടുണ്ട്. നെറ്റിയിൽ ചന്ദനവും അതിന് മുകളിലായി സിന്ദൂരവും കാണാം. ഒരാകാശ നീല ഷിഫോൺ സാരിയാണ് വേഷം. അതേ കളറിലെ ബ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത്. നിതംബത്തിന് തൊട്ടു മുകളിൽ വരെ വിടർത്തിയിട്ട മുടി, അതിലൊരു തുളസിക്കതിരും കാണാമായിരുന്നു. ബസ് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പല സ്റ്റോപ്പുകളിൽ നിന്നും കുറെ പേർ കയറി. നല്ല തരുണിമണികളും ചുള്ളൻ ചെക്കന്മാരും എന്റെ അതേ യൂണിഫോമുള്ള ചിലരെയും ഞാൻ കണ്ടു. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോടാ. ഒരു കണ്ണടയിട്ട എന്നെക്കാൾ ഒരു 3-4 വയസ്സെങ്കിലും പ്രായം തോന്നിക്കുന്ന ഒരു ചേട്ടൻ അവന്റെ മുന്നിൽ നിന്ന് ഒരു പെണ്ണിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഹാ, പുതിയ വർഷമല്ലേ, അപ്പോൾ ആൾക്കാരുണ്ടാവില്ലട മണ്ട. അവൾ മറുപടി പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്നു. പോകെ പോകെ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഉദയപുരം എന്ന സ്ഥലത്താണ് എന്റെ സ്കൂള്. അതിന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഗവൺമെന്റ് കോളേജ്. കൂടാതെ ട്യൂഷൻ സെന്ററുകളും പ്രൈവറ്റ് സ്കൂളും ഒക്കെ ഉണ്ട് അവിടെ. ഇവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ്.
കുറെ ലോങ് യാത്ര ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെയായി. നല്ല പരിചയവും കളിയും ചിരിയുമായാണ് പോകുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ്. അതിൽ പ്രണയിക്കുന്നവരും നല്ല കൂട്ടുകാരും ഒക്കെയുണ്ട്. സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കണ്ടു ഒരു വലിയ വെൽക്കം ബോർഡ്. സീനിയേഴ്സ് വച്ചതാണ്. ഞാനിപ്പോൾ ചെന്ന് കയറുന്നത് 2009-2010 ബാച്ചിലേക്കാണ്. ആദ്യത്തെ ദിവസം നല്ല ബോറിംഗ് ആയിരുന്നു. അതിനൊരു കാരണവും ഉണ്ട്. ഞാനൊരു സെമി ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങോട്ട് പോയി ആരോട് സംസാരിക്കാൻ നിൽക്കാറില്ല. താല്പര്യമുണ്ടെങ്കിൽ കൂടി ഒരു ചെറിയ മടി. എന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചാൽ ഞാൻ നന്നായി സംസാരിക്കും കേട്ടോ. എന്നോട് അധികം ആരും പരിചയപ്പെടാൻ വന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതുമില്ല. ഉച്ചയ്ക്കുള്ള ബസ്സിൽ തിരിച്ചു പോരുമ്പോൾ ആളുകൾ വളരെ കുറവായിരുന്നു. എന്റെ സ്കൂളിലെ ചിലരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടി. ബസ്സിലെ സൈഡ് സീറ്റും പ്രണയഗാനങ്ങളും അത് ഒരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. നന്നായി ഒന്ന് മയങ്ങി. വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. ഒന്നുകൂടെ മയങ്ങി. വൈകുന്നേരം പതിവ് പോലെ കളിക്കാൻ പോയി. ദിവസങ്ങൾ മെല്ലെ മെല്ലെ കടന്നുപോയി. പതിയെ പതിയെ ബസ്സിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടു. സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ കൂട്ടുകാരായി. ആ ചേച്ചിയെയും പരിചയപ്പെട്ടു. പേര് അനുപമ. വയസ്സ് 25. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഹസ്ബൻഡിന് കളക്ടറേറ്റിലാണ് ജോലി. ഇപ്പോൾ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ആഴ്ചയിൽ വീട്ടിലേക്ക് വരും. വീട്ടിൽ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അവർ രണ്ടുപേരും ടീച്ചർമാരാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായെങ്കിലും ഇപ്പോഴേ കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് അവർ. ബി.എഡ് കഴിഞ്ഞ് ഇപ്പോൾ ഉദയപുരമുള്ള ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേച്ചി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ആള് നല്ല കമ്പനിയാണ്. എന്നാൽ എല്ലാത്തിനും ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഫ്രീ ആയി സംസാരിക്കുമെങ്കിലും കോഴി സ്വഭാവമുള്ളവരോട് എപ്പോഴും ഒരു അകലം പാലിച്ചു. പലരും മൊബൈൽ നമ്പർ ആവശ്യപ്പെട്ടെങ്കിലും അവർ ആർക്കും അത് നൽകിയില്ല. പെൺകുട്ടികൾക്ക് പോലും. സാരി ഉടുക്കുമ്പോൾ പോലും അത്രയ്ക്കും ശ്രദ്ധിച്ചാണ് സാരി ഉടുക്കുന്നത്. ആ ബസ് ഫാമിലിയിൽ പുതിയതായി ചേർന്നവർ ഞങ്ങൾ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടെന്നല്ലാതെ ഞങ്ങൾ അത്ര വലിയ കമ്പനി ആയിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, എന്നോട് നന്നായി സംസാരിക്കുന്നവരോട് ഞാൻ സംസാരിക്കും. എന്നോട് കുറച്ച് സംസാരിക്കുന്നവരോട് ഞാൻ അങ്ങനെ സംസാരിക്കൂ. ബാക്കിയുള്ളവരൊക്കെ മുമ്പേ അറിയുന്നവർ ആയതുകൊണ്ട് അവർ എപ്പോഴും കലവിലയാണ്. ഞങ്ങൾക്കായി മാത്രം സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഞാനാണെങ്കിൽ അതിനായിട്ടിട്ട് മുതിർന്നതുമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സാധാരണ ചേച്ചി. അതിനപ്പുറം ഒരു പ്രത്യേക വികാരമോ സ്നേഹമോ ഒന്നും അവരോട് തോന്നിയിരുന്നില്ല. വൈകുന്നേരം ആണെങ്കിൽ എനിക്ക് ക്ലാസ് വിടുന്നത് 4 മണിക്കും ഞാൻ വരുന്നത് 4:30ക്കുള്ള ബസ്സിനുമാണ്. ചേച്ചിക്കാണെങ്കിൽ 3:30ക്ക് ക്ലാസ് കഴിയും. അപ്പോൾ തന്നെയുള്ള ബസ്സിൽ കയറും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞങ്ങൾ കാണാറില്ല. ഹെഡ് മാസ്റ്ററിനോട് പെർമിഷൻ മേടിച്ച് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എങ്ങനെയാ ഈ 3:30ക്ക് ക്ലാസ് വിടുമ്പോൾ 3:30ക്കുള്ള ബസ് കിട്ടുന്നത്? ഞാൻ പിന്നെ അവരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. അതിന് കാരണം മറ്റൊന്നാണ്. ഒരു ദിവസം ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയതിന് ശേഷം എന്റെ അടുത്തിരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് അരുൺ പറഞ്ഞു, എടാ, അപ്പുറത്തെ ക്ലാസ്സിലെ നിമിഷയ്ക്ക് നിന്നോട് ഒരു നോട്ടം ഉണ്ടോ എന്നൊരു ഡൗട്ട്. പോരെ പൂരം. ആണോടാ? അതേടാ, നീ ഇന്റർവെല്ലിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവൾ ഇടം കണ്ടിട്ട് നോക്കുന്ന പോലെ എനിക്ക് തോന്നി. ബസ്സിലെയും സ്കൂളിലെയും പ്രണയിക്കുന്നവരെ കാണുമ്പോഴും പിന്നെ പ്രായം ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കിയതും കൊണ്ടാവാം എനിക്ക് ഒരു പ്രണയിനി വേണമെന്ന് തോന്നലുണ്ടായി. ഒരാളെ എനിക്ക് വേണ്ടി കണ്ടെത്തണമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് അവൾ നിമിഷയാണെന്ന് അരുൺ ഉറപ്പിച്ചു പറഞ്ഞത്.
ഒരു ആവറേജിന് കുറച്ച് മുകളിൽ. അതിനപ്പുറം പറയാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വെളുത്തിട്ടാണ്, എന്നാൽ നല്ല വെളുത്തിട്ടല്ല. ഉയരവും തടിയും പഠിത്തവും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു. 100-ൽ 60 മാർക്ക് കിട്ടും. എനിക്ക് എന്നെ കുറിച്ച് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സൗന്ദര്യമുള്ള അവൾ വളയുമോ എന്ന കാര്യം തന്നെ ഡൗട്ടായിരുന്നു. എന്നാൽ ലോകത്ത് ഇത്രയും കോൺഫിഡൻസ് തരുന്ന വേറെ ഫ്രണ്ട് ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അരുൺ എനിക്ക് കോൺഫിഡൻസ് തരും. അവൾ പിറകിലോട്ട് നോക്കിയാലും മുന്നിൽ നിൽക്കുന്ന എന്നെ തന്നെയാണ് നോക്കുന്നതെന്നായിരുന്നു അരുണിന്റെ വാദം. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ അവളുടെ പിറകെയാണെന്ന്. ഞങ്ങളെ കാണുമ്പോൾ അവളുടെ കൂട്ടുകാരികൾ അവളോട് എന്തോ പറഞ്ഞു ചിരിക്കും. അവളാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ ദഹിപ്പിക്കുന്ന രീതിയിൽ ഒരു നോട്ടം നോക്കും. അതുകൊണ്ട് ഞാൻ നോട്ടം മാറ്റും. ചിലപ്പോൾ അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കുമോ അങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അരുൺ പറയും, ഡാ, പെൺകുട്ടികൾ എല്ലാവരും അങ്ങനെയാടാ. മനസ്സിൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഇവളുമാർ അത് കാണിക്കത്തില്ല. നമ്മളെ ഇങ്ങനെ പിറകെ നടത്തിക്കും. മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വരുമ്പോഴേക്കും അരുൺ കോൺഫിഡൻസിന്റെ ബൂസ്റ്റർ ഡോസ് കുത്തിവെക്കും. അങ്ങനെ ആയിരിക്കുമല്ലേ? പിന്നല്ലാതെ. നമുക്കറിയാവുന്നതല്ലേ പെണ്ണുങ്ങളെയൊക്കെ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 ലൈൻ ഉണ്ടായവനാണ് അരുൺ. അതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകൾ എനിക്ക് ദൈവവചനമായിരുന്നു. അങ്ങനെ അവളുടെ നോട്ടങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യാതെ അവളുടെ പിറകെ തന്നെ ഞാൻ വെച്ചു പിടിച്ചു. എന്നാൽ സകല ധൈര്യവും സമ്പാദിച്ച് ജില്ലാതല സ്കൂൾ കലോത്സവത്തിന് പ്രൊപ്പോസ് ചെയ്തപ്പോൾ കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡും റോസാപ്പൂവും ഡയറി മിൽക്കും കാറ്റിൽ പറന്നതോടുകൂടി അവളുടെ നോട്ടത്തിന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്രൊപ്പോസ് ചെയ്യാമെന്നായിരുന്നു എന്റെ പ്ലാൻ. അതിനൊരു കാരണം, ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ എടാ, നീ ആലോചിച്ചു നോക്കിയേ, സ്കൂൾ കലോത്സവം 5 ദിവസമുണ്ട്. ആദ്യത്തെ ദിവസം നീ പ്രപ്പോസ് ചെയ്തെന്ന് വിചാരിച്ചു, അവൾ ഓക്കെ പറഞ്ഞു. പിന്നെയുള്ള ഈ 5 ദിവസം നിങ്ങളുടേതാണ്. നിങ്ങളോട് ആരും ഒന്നും ചോദിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒന്നിച്ച് കറങ്ങാം, ഒന്നിച്ചിരിക്കാം. നിങ്ങളുടെ മധുര മനോഹരമായ 5 ദിനങ്ങൾ. അവൻ കോൺഫിഡൻസ് കുത്തിവെച്ചതോടുകൂടി ഞാൻ സടകുടഞ്ഞെഴുന്നേറ്റു. ആ സടയ്ക്ക് അവൾ തീയിട്ടു. പക്ഷെ കരിഞ്ഞത് മൊത്തം എന്റെ ഉള്ളാണെന്ന് മാത്രം. ഇതൊക്കെ വെറുതെയാണ്. അവൾ നിന്നെ സ്നേഹിക്കും, നമ്മൾ സ്നേഹിപ്പിക്കും എന്നവൻ അടുത്ത കോൺഫിഡൻസ് ബൂസ്റ്റ് തരുമ്പോൾ അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്തു ഞാൻ. അവൾക്ക് വേറെ ലൈനുണ്ട്. നീ വെറുതെ നടന്ന് നാണം കിടണ്ട എന്ന് അവളുടെ കൂട്ടുകാരി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എന്റെ തൊലി ഒടിഞ്ഞു പോയി. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. കുറച്ചു നേരം അവിടെ കറങ്ങി അടിച്ചു നിന്ന് 3:30-ക്കുള്ള ബസ്സിൽ തന്നെ കയറിപ്പറ്റി. ബസ്സിലാണെങ്കിൽ അനുചേച്ചി അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മുഖം ഗ്ലൂമി ആയതുകൊണ്ട് തന്നെ ചേച്ചി എന്നോട് കാര്യം ചോദിച്ചു. ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ കുറച്ച് ആശ്വാസമാകും എന്ന് കരുതി ഞാൻ ഉള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞു. സാരമില്ലടാ, പോട്ടെ, നിനക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടും. ഇനി ആരെ കിട്ടാനാ ചേച്ചി? ഞാനൊരു താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നിനക്ക് എന്താണ് കുഴപ്പം? കാണാൻ സുന്ദരനല്ലേ, നല്ല സ്വഭാവവും. അവൾക്ക് വേറെ ലൈൻ ഉണ്ടായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തായാലും അവൾ നിന്നെ പ്രണയിച്ചേനെ. അനുചേച്ചി തന്ന പോസിറ്റീവ് വൈബ് എന്നെ മൊത്തത്തിലൊന്ന് ഉഷാറാക്കി. കാണാൻ സുന്ദരൻ എന്ന് പറഞ്ഞത് ചിലപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. പക്ഷേ നല്ല സ്വഭാവം എന്ന് പറഞ്ഞത് എനിക്കൊരു പോസിറ്റീവ് മാർക്കായാണ് തോന്നിയത്. എടാ, ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം മാത്രം അവളുടെ പിറകെ പോകാവൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് എടുത്ത് ചാടുകയല്ല ചെയ്യേണ്ടത്. ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ മണ്ടൻ അരുണിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റിനേക്കാൾ ചേച്ചി പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് തോന്നി. എന്നെ മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയിൽ
എനിക്ക് ചേച്ചിയോട് കുറച്ച് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നി ആ നിമിഷം. എനിക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് ചേച്ചി വാക്ക് തന്നതിനാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് അംഗത്തിനിറങ്ങി. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ 1-2 ആഴ്ച എടുത്തു ഒരു നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ സ്വഭാവവും ഡീറ്റെയിൽസും ചേച്ചിയെ അറിയിക്കും. ബസ് സ്റ്റാൻഡിൽ വെച്ച് അവളെ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ചേച്ചിയാണെങ്കിലോ 2 ദിവസമൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് നിഷ്കരണം അങ്ങ് തള്ളിക്കളയും. അവളുടെ സ്വഭാവം നിന്റെ സ്വഭാവത്തിന് ചേരില്ല. അവൾക്ക് ഇളക്കം കുറച്ച് കൂടുതലാണ്. നിങ്ങൾ തമ്മിൽ ചേരില്ലടാ. ചേച്ചി പറയുന്ന കാരണങ്ങൾക്ക് ഒരെണ്ണവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഏതാണ്ട് ശരിയുമായിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ല കൂട്ടായി. ഓ, ഇപ്പോൾ ഫ്രഷേഴ്സ് തമ്മിൽ സെറ്റായി. നമ്മളെ ഒന്നും വേണ്ട അല്ലേ? ഞങ്ങളുടെ പതിവില്ലാത്ത ഒന്നിച്ചുള്ള സംസാരം കണ്ടിട്ടാവണം ഒരു കോഴിച്ചേട്ടന്റെ കമന്റ് വന്നു. എന്തായാലും ദീപു നിന്നെ പോലൊരു കോഴിയല്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ചേച്ചിയുടെ റിപ്ലൈ അപ്പോൾ തന്നെ വന്നു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അവനാണെങ്കിൽ നന്നായി ഒന്ന് ചമ്മി. ഈ വർഷം ഈ ബസ്സിൽ പുതുതായി വന്നത് ഞാനും ചേച്ചിയും മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെ ഫ്രഷേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്തായാലും ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ചേച്ചിയുടെ കൂടെ ആരെയെങ്കിലും ചേർത്ത് കളിയാക്കിയാൽ ചേച്ചി ആരുടെ പേര് ചേർത്താണോ കളിയാക്കിയത് അയാളോട് പിന്നെ സംസാരിക്കാറില്ല. ഒരു ചെറിയ അകലം കാത്തു സൂക്ഷിക്കും. എന്നാൽ എന്നോട് അങ്ങനെ ഒരു അകലം കാണിക്കാത്തതിൽ എനിക്ക് വളരെ സന്തോഷമായി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഞങ്ങൾ ഒന്നുകൂടി അടുത്തു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് സ്നേഹമുള്ളവനാണെങ്കിലും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് അന്ന് ദേഷ്യപ്പെട്ട് നടന്നിട്ട് എന്ത് കാര്യം? ചേച്ചി തന്റെ വിഷമത്തിന്റെ കെട്ടഴിച്ചു. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ടീച്ചർമാരായതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് തമാശ പറയാറില്ലെന്നും കുറച്ച് ഗൗരവത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും ചേച്ചി പറഞ്ഞു. ഇതിലൂടെ ചേച്ചി കുറച്ചുകൂടെ ഫ്രീ ആയി സംസാരിക്കുന്ന എന്നോട് മാത്രമാണെന്ന് എനിക്ക് തോന്നി. രാവിലെ എപ്പോഴും ഒന്നിച്ച് സംസാരിച്ചു വരുമ്പോഴും ഞാൻ അറിയാതെ പോലും ചേച്ചിയുടെ ദേഹത്ത് മുട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. ആദ്യം എനിക്കൊരു ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവുമായിരുന്നു തോന്നിയതെങ്കിൽ ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന ഫീലാണ്. എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ എന്നൊരു തോന്നൽ. ഒരിക്കൽ പോലും തെറ്റായ ചിന്ത എനിക്ക് തോന്നിയില്ല അവരെ കുറിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞ് ആ ദിവസം വന്നെത്തിയത്. വൈകുന്നേരം 3:30 പ്യൂൺ ഒരു അറിയിപ്പുമായി വന്നു. ഏതാണ്ട് 2 ബസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾക്ക് നല്ല പരിക്കുണ്ട്. പിന്നൽ പണിമുടക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും വേഗം വീട്ടിലേക്ക് പൊക്കോളൂ. അത് കേട്ടതും ഞാൻ ബാഗുമായി ഓടി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 4:30-ക്കുള്ള ബസ് കാണാൻ സാധ്യതയില്ല. 3:30-ക്കുള്ള ബസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. സ്റ്റോപ്പിൽ എത്തുന്നതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റെപ്പിൽ നിൽക്കാനേ സാധിച്ചുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ചേച്ചി ബസ്സിലുണ്ട്. ഒന്ന് കഷ്ടപ്പെട്ട് എന്നോട് ചിരിച്ചു. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ആൾ വളരെ കഷ്ടപ്പെട്ട് തെങ്ങി ഞെങ്ങിയാണ് നിൽക്കുന്നത്. എന്നാൽ 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി തിരക്ക് കൂടി. ബസ് ഫാമിലിയിൽ വരുന്ന കോളേജ് പിള്ളേരെ ഒന്നും കണ്ടതുമില്ല. അവർക്ക് ബസ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ചേച്ചിയെ നോക്കുമ്പോൾ അനിഷ്ടത്തോടെയുള്ള മുഖം ഞാൻ കണ്ടു. എനിക്ക് കാര്യം മനസ്സിലായി. വയസ്സനായ ഒരു തന്ത ജാക്കി വെക്കാൻ ശ്രമിക്കുകയാണ്. ചേച്ചി അവനോട് മുട്ടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയെ തന്നെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ചേച്ചി ഒന്ന് ചാടിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ കൈവച്ചെന്ന്. അതോടൊപ്പം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ എന്ന മുഖഭാവത്തോടു കൂടി ചേച്ചി എന്നെ നോക്കിയപ്പോൾ എന്റെ കൺട്രോൾ പോയി. ഞാൻ ഡാ എന്ന് അലറി വിളിച്ചുകൊണ്ട് അവന്റെ നേരെ പോയി.
ഞാൻ വരുന്നത് കണ്ടതുകൊണ്ട് തന്നെ എല്ലാവരും വഴിമാറി തന്നു. കിട്ടിയ പാടെ ഞാൻ കവിളത്തൊന്ന് പൊട്ടിച്ചു, എന്നിട്ട് കോളറിൽ വലിച്ചു പുറത്തിട്ടു. പിന്നെ നടന്നത് അടിയുടെ ഇടിപൂരമായിരുന്നു. ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി ബസ്സിൽ എല്ലാവരും കൂടി കൈവച്ചു. ചിലർക്ക് അവർ എന്തിനാണ് അയാളെ തല്ലുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. എന്തായാലും എല്ലാവരും കൈവച്ചപ്പോൾ അയാൾ എല്ലാവരുടെയും കാലിൽ വീണു. അയാൾക്ക് ഒരു ചവിട്ടും കൂടി കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിൽ കയറി വിട്ടു. ഞാൻ പോയി ചേച്ചിയുടെ അടുത്ത് നിന്ന് ചേച്ചി തിരിഞ്ഞെന്നെ ഒരു രക്ഷകനെ പോലെ നോക്കി. ഞാനാണെങ്കിൽ നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് തന്നെ നിന്നു. ഇനി ആരെങ്കിലും എന്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവന്റെ കൈ ഞാൻ വെട്ടും. അതായിരുന്നു അപ്പോഴത്തെ എന്റെ മുഖഭാവം. അതിനുശേഷം ചേച്ചി നല്ല സന്തോഷത്തിലായിരുന്നു എന്ന് എനിക്ക് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. പിറ്റേ ദിവസം പണിമുടക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 2 ദിവസം പനി പിടിച്ചത് കാരണം ഞാൻ സ്കൂളിൽ പോയില്ല. എന്നാൽ അതിനുശേഷം ബസ്സിൽ കയറിയപ്പോഴാണ് ചേച്ചി അന്നത്തെ സംഭവം എല്ലാവരോടും പറഞ്ഞെന്ന് മനസ്സിലായത്. അതോടുകൂടി ഞാൻ ചേച്ചിയുടെ രക്ഷകൻ എന്ന് ബസ് ഫാമിലിയിൽ അറിയപ്പെട്ടു. ആദ്യമൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടത് ഒഴിവാക്കി. ഒരു ദിവസം ഒരു ബന്ധുവിന്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ ലീവാക്കി. അന്ന് എന്നെ കാണാത്തത് കൊണ്ട് ചേച്ചി മറ്റുള്ളവരോട് എന്നെ കുറിച്ച് ചോദിച്ചു. അതോടുകൂടി അവരുടെ കളിയാക്കലുകൾ വേറൊരു തലത്തിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ നമ്പറൊക്കെ ചോദിച്ചിട്ട് കിട്ടാതെ ചമ്മി നാറിപ്പോയ ചെക്കന്മാരൊക്കെ ഈ അവസരം നന്നായി മുതലെടുത്തു. കല്യാണത്തിന് ശേഷം ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവർ എന്നോട് ചോദിച്ചു, നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ? രക്ഷകനെ കാണാതെ ചേച്ചി എത്രമാത്രം ബഹളമായിരുന്നു എന്നറിയുമോ? മുഖത്ത് ഒരു സന്തോഷവുമില്ല, ഫുൾ ടെൻഷൻ. അതിന്റെ കൂടെ ബാക്കിയുള്ളവർ കൂടെ കൂടിയപ്പോൾ ചേച്ചിയുടെ ചിരി മാഞ്ഞു. ഞാൻ അതിനെ ഒരു തമാശയായി മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ചേച്ചി സീരിയസ് ആണെന്ന് ഞാൻ പിന്നെ ചേച്ചിയോട് സംസാരിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായി. അന്ന് കാര്യമായി അവഗണിച്ചപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും പിന്നെ ശരിയാവുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ പോയപ്പോൾ ചേച്ചി ഒന്ന് ചിരിച്ചു കാണിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. രക്ഷക, ചേച്ചിയുടെ ഇടവും വലവും ശരിക്കും നോക്കണേ എന്നുള്ള കമന്റ് ഇവിടെ നിന്ന് വന്നപ്പോൾ ചേച്ചി ആകെ മൂഡ് ഔട്ടായി. ഞാൻ അപ്പോൾ തന്നെ അതൊന്നും മൈൻഡ് ആക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും എന്നോട് ചേച്ചി ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ എപ്പോഴും എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ഇതെനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി എടുത്തടിച്ച പോലെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി. എനിക്കെന്തോ നല്ല വിഷമം വന്നു. ഞാൻ പിന്നെ ഒന്നും സംസാരിക്കാൻ പോയില്ല. നേരെ വന്ന് പിറകിൽ നിന്നു. ചേച്ചി എന്നെ ഒന്ന് നോക്കിയെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അന്ന് ക്ലാസ്സിൽ ഞാൻ ആകെ മൂഡൌട്ടായിരുന്നു. നല്ല സങ്കടവും ദേഷ്യവും ഒക്കെ ആയിരുന്നു എനിക്ക്. ബസ് ഫാമിലിയിൽ കളിയാക്കലുകൾ കുറച്ച് കൂടുതൽ തന്നെയാണ്. അവർക്ക് ആരെ കിട്ടിയാലും അവർ റോസ്റ്റ് ചെയ്യും. ഇപ്പോൾ അത് ഞാനും ചേച്ചിയുമാണെന്ന് മാത്രം. അതിൽ ഇത്രത്തോളം ടെൻഷൻ ആവാൻ ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നി. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ആ ബസ്സിൽ പോകുന്നത്? രാവിലെ 7 മണിക്കുള്ള ബസ്സിൽ പോകാം. അങ്ങനെയാണെങ്കിൽ അവിടെ 8 മണിക്ക് എത്തുകയും ചെയ്യും. അരുണിന്റെ കൂടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരെയും വായി നോക്കുകയും ചെയ്യാം. സംഭവം സ്കൂളിൽ നിന്നും 1/2 മണിക്കൂർ യാത്രയുണ്ട് അരുണിന്റെ വീട്ടിലേക്ക്. അവൻ എന്നും രാവിലെ 7 മണിക്ക് സ്കൂളിലെത്തും. അതിരാവിലെ സ്കൂളിലെത്തിയ പ്രണയിക്കുന്നവരുടെയും കാണാമെന്നായിരുന്നു അവന്റെ ന്യായം. അത് രാവിലെ എഴുന്നേറ്റ് 7 മണിക്കുള്ള ബസ്സിൽ സ്കൂളിലേക്ക് തിരിച്ചു. ചേച്ചിയുടെ അസാന്നിധ്യം എനിക്ക് വല്ലായ്മ തോന്നി. നാളെ മുതൽ 8 മണിക്കുള്ള ബസ്സിൽ പോയാലോ എന്ന് തന്നെ തോന്നി. പക്ഷേ എന്റെ സാന്നിധ്യം ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചേച്ചി തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലായിരുന്നു. ചേച്ചി അടുത്തുണ്ടായിട്ട് മൈൻഡ് ഇല്ലാത്തതിനേക്കാൾ നല്ലത് ചേച്ചിയെ കാണാതിരിക്കുന്നതാണ്. ആളുകൾ അവഗണിക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നാണ് ചേച്ചിയുടെ വാക്ക്. ആ വാക്ക് ഞാൻ ശിരസാ വഹിച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്തി.
അവിടെ എത്തുമ്പോഴേക്കും അരുൺ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഇവൻ വീട്ടിലൊന്നും പോകാറില്ലേ? അങ്ങനെ ബസ് സ്റ്റാൻഡിലിരുന്ന് വായ്നോട്ടം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സ്ഥിരം വരുന്ന ബസ് കണ്ടത്. ഞാൻ നോക്കുമ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കുന്ന ചേച്ചിയുടെ രണ്ട് മിഴികൾ. പെട്ടെന്ന് ഞാൻ നോക്കുന്നത് കണ്ട് ചേച്ചി ഒന്ന് ഞെട്ടിയതായി എനിക്ക് തോന്നി. ചെറിയൊരു വിഷമമുണ്ട് ആ മുഖത്ത്. എന്നാൽ വീണ്ടും നോക്കുമ്പോൾ ഇതൊന്നും ഒരു പുത്തിരിയല്ലെന്ന രീതിയിൽ സാധാരണ ഭാവത്തിൽ നിൽക്കുന്നു. എന്റെ മുഖത്താണെങ്കിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു. ചേച്ചിയെ നല്ലോണം മിസ്സാകുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള 1 കിലോമീറ്റർ അപ്പുറത്താണ് ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂൾ. ദിവസങ്ങൾ മെല്ലെ കടന്നുപോയി. ഞാനാണെങ്കിൽ 7 മണിക്കുള്ള ബസ്സിൽ തന്നെ പോക്ക് തുടങ്ങി. ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ്സിലുള്ള ചേച്ചിയെ ഒരു നോക്ക് കാണും. ബസ് ഫാമിലിയിലെ ചിലർ നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഞാൻ അവിടെ രാവിലെ ട്യൂഷന് ചേർന്നു എന്നൊരു കള്ളം പറഞ്ഞു. ആദ്യം ചെറിയ ചെറിയ നോട്ടങ്ങൾ മാത്രമായിരുന്നു ചേച്ചിയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ നോട്ടങ്ങളുടെ ദൈർഘ്യം കൂടുന്നതായി എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ മുഖത്ത് കാര്യമായ ഭാവവ്യത്യാസങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ വിഷമത്തോടെയുള്ള ആ നോട്ടം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയ സന്തോഷം തോന്നി. അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ നാളെ മുതൽ ഈ ബസ്സിൽ വാഴ എന്ന് ചുണ്ടുകൾ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ആ കണ്ണുകൾ എന്തിനോ വേണ്ടി കുഴയുന്നു. എനിക്കറിയാമായിരുന്നു ആ ബസ്സിൽ എന്നോട് മാത്രമേ ചേച്ചിക്ക് ഇത്രയും കമ്പനിയുള്ളൂ എന്ന്. പിന്നെ മറ്റുള്ളവരോട് ചിരിക്കുമ്പോൾ കൂട്ടത്തിൽ ചിരിക്കുന്നതല്ലാതെ അതൊരു അറ്റാച്ച്മെന്റ് അല്ലായിരുന്നു. എന്നാൽ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അതുകൂടാതെ ചേച്ചിയെ കൂടുതൽ വെറുപ്പിക്കാൻ വേണ്ടി ബസ് വരുന്ന സമയം തന്നെ ക്ലാസ്സിലെ ഏതെങ്കിലും പെൺകുട്ടികളെ പിടിച്ചു നിർത്തി ചേച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ അവരോട് ഭയങ്കരമായി ചിരിച്ച് അഭിനയിച്ച് സംസാരിക്കും. അപ്പോൾ ആ മുഖത്ത് ദേഷ്യം വളർന്നു കയറുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് 2 ദിവസം ചേച്ചിയെ ബസ്സിൽ കാണാതായപ്പോൾ എനിക്ക് എന്തോ വിഷമം തോന്നി. എന്തോ അന്ന് രാത്രി എനിക്ക് ഉറക്കമേ വന്നില്ല. കാരണം എനിക്കറിയില്ല. ഒരുപാട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു. പിന്നീടുള്ള 2 ദിവസം ശനിയും ഞായറുമാണ്. ഇനി തിങ്കളാഴ്ച മാത്രമേ കാണാൻ പറ്റൂ. ഈ ദിവസങ്ങൾക്കൊക്കെ ഇത്ര നീളമുള്ളതായി എനിക്കിതിനു മുമ്പ് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ 7 മണിക്കുള്ള ബസ്സിൽ തന്നെ ഞാൻ പുറപ്പെട്ടു. ബസ് സ്റ്റോപ്പിലെത്തി പതിവ് വായ്നോട്ടം തുടങ്ങി. എന്റെ സ്ഥിരം ബസ് വന്നതും ഞാനൊന്ന് ബസ്സിലേക്ക് പാളി നോക്കി. എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചേച്ചി അതാ അവിടെ ഇറങ്ങുന്നു. നേരെ ബസ്സിൽ കയറി എന്റെ അടുത്തേക്ക് വരുന്നു. ഇതെന്ത് കഥ എന്ന് ഞാൻ വായും പൊളിച്ചിരിക്കുമ്പോൾ ഡാ ഒന്നിങ്ങി വന്നേ, ചേച്ചി എന്നെ വിളിച്ചു. എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് മാറി നിന്ന് എന്നോട് ചോദിച്ചു, എന്താ എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാൻ ചോദിച്ചു. നിന്നെ ഇപ്പൊ എന്താ ബസ്സിൽ കാണാത്തത്? അതോ, അത് ഞാൻ പുതിയൊരു ട്യൂഷന് ചേർന്നു. ട്യൂഷനോ? എന്ത് ട്യൂഷൻ? ഇതിനെക്കുറിച്ചൊന്നും നീ മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അത് എനിക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ചേർത്തതാ. അല്ല, ഏതാ ട്യൂഷൻ സെന്റർ? വിസ്മയ ട്യൂഷൻ സെന്റർ. വിസ്മയ ട്യൂഷൻ സെന്റർ? ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഒരു ട്യൂഷൻ സെന്റർ ആണത്. അവിടെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നുണ്ട്. ആരാ നിന്റെ ടീച്ചർ? ചേച്ചി ചോദിച്ചു. ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സരിത ടീച്ചർ. പെട്ടെന്ന് വായിൽ വന്ന പേര് ഞാൻ അങ്ങ് പറഞ്ഞു. നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അതൊക്കെയുണ്ട്. ഇത് ചോദിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിരാശയോടെ ചോദിച്ചു. കാരണം ചേച്ചി എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കൂടെ ബസ്സിൽ വാ, നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, എനിക്കൊരു സംശയം.
ഞാൻ ഇനി അന്ന് അതൊക്കെ പറഞ്ഞത് കൊണ്ടാണോ നീ ഇപ്പോൾ ആ ബസ്സിൽ വരാത്തതെന്ന് ഇപ്പോൾ കാരണങ്ങളൊക്കെ മനസ്സിലായി. ഉം ഞാൻ മോളി. അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ തലയാട്ടി. ചേച്ചി 2 സ്റ്റെപ്പ് നടന്നിട്ട് തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു, അവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും കള്ളം പറയാറുണ്ടോ? ഞാൻ ചേച്ചിയെ സംശയഭാവത്തിൽ നോക്കി. അവർ എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ ദീപു എന്ന പേരുള്ള ആരും അവിടെ പഠിക്കുന്നില്ല. പിന്നെ അവിടെ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നത് ഒരു മാഷാണ്, ടീച്ചറല്ല. പേര് അനിൽ. ഇനിയിപ്പോൾ അവിടെ വേറെ വിസ്മയ ട്യൂഷൻ സെന്റർ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു. ഞാൻ ആകെ ചൂളിപ്പോയി. അപ്പോൾ ചേച്ചി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എന്നോട് ചോദിക്കാൻ വന്നത്. പക്ഷെ സംഭവം പാളി. ഇനി എന്ത് ചെയ്യും? ചേച്ചി അതാ പോകുന്നു. പെട്ടെന്ന് എന്തെങ്കിലും പറ, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവർക്ക് ഇനി ഞാനൊരു ശല്യമാകണ്ട എന്ന് കരുതിയാ ഞാൻ ബസ്സിൽ കയറാത്തത്. ഞാൻ അത് പറഞ്ഞതും മുന്നോട്ട് നടന്നു. ചേച്ചി ഒരു നിമിഷം നിന്നു. ഓ, അങ്ങനെയാണല്ലേ. ഞാൻ എന്തിനാണ് അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടതെന്ന് നിനക്ക് നന്നായി അറിയാം. ഞാൻ വിചാരിച്ചു നീ എന്നെ മനസ്സിലാക്കുമെന്ന്. പെട്ടെന്ന് എനിക്ക് മനസ്സിലൊരു കുറ്റബോധം പോലെ തോന്നി. ഞാൻ ചേച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ ഒരു പൊട്ടനാ, മരപ്പൊട്ടൻ. ചേച്ചിയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നിയെങ്കിലും അപ്പോഴാണ് അവസാനത്തെ ഈ ഡയലോഗ്. അതുകൂടി എന്റെ ടെമ്പർ തെറ്റിക്കും. എന്നാലും ആത്മസംയമനം പാലിച്ച് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ മരപ്പൊട്ടനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നോട് സംസാരിക്കാൻ വരുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും സംസാരിക്കാൻ വന്നില്ലല്ലോ. അതേടാ, നീ ഒന്നും സംസാരിക്കാൻ വന്നില്ല. തെറ്റ് എന്റെ ഭാഗത്താണ്. നമുക്കിഷ്ടമുള്ളവർ സംസാരിക്കാതിരിക്കുമ്പോൾ ഉള്ളിലൊരു സങ്കടം. അങ്ങനെ സംസാരിക്കാൻ വന്നതാ. ഇനി വരില്ല, സോറി. അതും പറഞ്ഞ് ചേച്ചി തിരിഞ്ഞു നടക്കുമ്പോൾ ഉള്ളിൽ എന്തോ കൊത്തി വലിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്താ എന്റെ ഉള്ളിൽ ഇത്രയും സങ്കടം? ചേച്ചി നമുക്ക് ഇഷ്ടമുള്ളവർ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു സാധാരണ ഫ്രണ്ട് എന്ന രീതിയിലാണോ, അതോ അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്നെ കാണാൻ വേണ്ടി വന്നത്. എന്തായാലും ഞാൻ വാശി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാൻ 8 മണിക്കുള്ള ബസ്സിൽ തന്നെ കയറി. അതേപോലെ ചേച്ചിയുടെ സ്റ്റോപ്പിൽ നിന്നും ചേച്ചി ബസ്സിൽ കയറി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടപ്പോൾ ആ മുഖത്തുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അത്ഭുതവും സന്തോഷവും ആ മുഖത്ത് മിന്നി മാഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ഗൗരവം മുഖത്തേക്ക് കൊണ്ടുവന്ന് ചേച്ചി വന്ന് സൈഡിലായി നിന്നു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി നിന്നു. ബാക്കിയുള്ളവരൊക്കെ അവരുടെ കൂട്ടുകാരുമായി നല്ല സംഭാഷണത്തിലാണ്. ഇതെന്താ, ട്യൂഷനൊന്നും ഇല്ലേ? സീരിയസ് ആയി ചേച്ചി ചോദിച്ചു. ആ, അത് ഞാൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്റർ പൂട്ടി. അവിടുത്തെ സരിത ടീച്ചർ അവിടുത്തെ പ്രിൻസിപ്പാളുമായി ഒളിച്ചോടി. ഞാൻ മറുപടി കൊടുത്തു. ചെറുതായി ഒരു ചിരി പൊട്ടുന്നത് ഞാൻ കണ്ടു. ആദ്യത്തെ ബസ്സിൽ പോയാൽ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് എല്ലാ പെൺകുട്ടികളെയും വായി നോക്കാലോ. ശരിക്കും ചേച്ചിയുടെ ഒരു ഹെൽപ്പ് വേണം. അതിനാണ് ഞാൻ ഈ ബസ്സിൽ വന്നത്. ചേച്ചി എന്താണെന്ന ഭാവത്തിൽ എന്നെ ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. രാത്രി ഉറക്കം ഒന്നും ശരിയാകുന്നില്ല. ഒരു പെണ്ണ് ഹൃദയത്തിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ മുഖഭാവം ഇരുണ്ടോ, ആ മുഖഭാവത്തിൽ ടെൻഷൻ വന്നതുപോലെ എനിക്ക് തോന്നി. ഓ, നല്ലത്. അല്ല, ആരാ പെണ്ണ്? എന്റെ എന്ത് ഹെൽപ്പാണ് നിനക്ക് വേണ്ടത്? അത് ചോദിച്ചപ്പോഴും തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ മെല്ലെ ചേച്ചിക്ക് അടുത്തേക്ക് നിന്ന് വലത് ചെവിക്കരികിലേക്ക് മുഖം കൊണ്ടുപോയി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, എന്നെ കാണാത്തത് കൊണ്ട് ഇന്നലെ എന്നെ തപ്പി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ മുഖത്തൊരു കള്ളച്ചിരി വിരിയുന്നത് ഞാൻ കണ്ടു. ആണോ? തിരിഞ്ഞു നോക്കാതെയാണ് അത് പറഞ്ഞത്. ആ, അതെ, ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. പറ. ഞാൻ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ചുറ്റും നോക്കി ഉറപ്പുവരുത്തി. മെല്ലെ പതിയെ ശബ്ദത്തിൽ തുടർന്ന്, ഒരു ടീച്ചറാണ്. ആണോ? അതെ എന്നും ഒരു ബ്ലൂ കളർ ഷിഫോൺ സാരി എടുത്താണ് വരുന്നതെന്നും പിന്നെ
നെറ്റിയിൽ ചന്ദനവും തലയിൽ എപ്പോഴും ഒരു തുളസി കതിരും ഉണ്ടാകും. വേറെ വേറെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു. എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, ചേച്ചി പറഞ്ഞു. ഒരു ചെറുചിരിയോടെ അത് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും നന്നായി ചേർന്ന് നിന്നിരുന്നു. ഇനിയിപ്പോൾ എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞു. അതെന്താ? അതെനിക്ക് ഇഷ്ടമാണെന്ന് അവർ മനസ്സിലാക്കിയാൽ മതി. ആണോ? അപ്പോഴേക്കും ചേച്ചി എന്റെ ദേഹത്തേക്ക് ചാരിയിരുന്നു. അതുവരെ സഹിച്ചു പിടിച്ചിരുന്ന ഞാൻ മെല്ലെ എന്റെ ആളെ ചേച്ചിക്ക് നൽകി. അപ്പോൾ ചേച്ചി ഒന്ന് അനങ്ങി. എന്നാലും എന്നിൽ നിന്ന് മാറി നിന്നില്ല. അതെനിക്ക് കുറച്ചുകൂടി ധൈര്യം തന്നു. എന്താണാവോ നിനക്ക് ഇത്രയും അവരെ ഇഷ്ടപ്പെടാനുള്ള പ്രത്യേകത? ചേച്ചി എന്നോട് ചോദിച്ചു. അത് ആ കരിമഷി എഴുതിയ നല്ല കണ്ണുകൾ, മനോഹരമായ മൂക്ക്, മനസ്സിനെ കൊതിപ്പിക്കുന്ന മനോഹരമായ പുഞ്ചിരി, ചുവന്നു തൊടുത്ത കവിളുകൾ, അതിനേക്കാൾ ഉപരി ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ക്യാരക്ടർ. ഞാൻ ഇതൊക്കെ പറയുന്നത് ചേച്ചി നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പിന്നെ ഞാൻ മെല്ലെ ആ ചെവിക്കരികിൽ പോയി ആ ചെവിയിൽ മന്ത്രിച്ചു. ആരും വീണുപോകുന്ന ആ ഒരു മണം. ഞാൻ അവിടെ നിന്നുള്ള മണം എന്റെ മൂക്കിലേക്ക് വലിച്ചു. അതുകൂടെ ആയപ്പോൾ ചേച്ചി ഒന്ന് അനങ്ങി. എനിക്ക് ഇതിനു മുമ്പ് ഒരു കാര്യത്തിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ആളുകൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നന്നായി ഉപയോഗിച്ചു. ചേച്ചിയാണെങ്കിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നുമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഏതോ ഒരു ലോകത്തായിരുന്നു. ഈ ഒരു നിമിഷം ഒരിക്കലും അവസാനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പതിയെ ഞാൻ എന്റെ കൈ താഴേക്ക് കൊണ്ടുപോയി ചേച്ചിയുടെ കയ്യിൽ പിടിച്ചു. കാര്യം മനസ്സിലായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ചേച്ചി വേണ്ട എന്ന് മെല്ലെ പറഞ്ഞു. ഇനിയും കൂടുതൽ നിന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് ചേച്ചി മെല്ലെ മാറി നിന്നു. കാരണം വേറെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ ഇടയുണ്ട്. ഭാഗ്യമെടുത്ത് മുൻഭാഗം മറിച്ചുകൊണ്ടാണ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. ബസ് സ്റ്റാൻഡിൽ അരുൺ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ടോയ്ലറ്റിൽ പോയി വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ആ പഴയ ടോയ്ലറ്റിൽ കയറി ഞാൻ കതകടച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഒരു +1 പഠിക്കുന്ന 18 വയസ്സുള്ള പയ്യൻ. ചേച്ചിക്കാണെങ്കിൽ 25 വയസ്സ്, കല്യാണം കഴിഞ്ഞ ഒരു ടീച്ചർ. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആരെങ്കിലും അറിഞ്ഞാൽ എന്തായിരിക്കും തന്റെ ഭാവി? എന്തായിരിക്കും ചേച്ചിയുടെ ഭാവി? ഇനിയിപ്പോൾ ചേച്ചി എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അതിനപ്പുറം എന്താണ്? എനിക്ക് ഒരിക്കലും ചേച്ചിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരിക്കലും ഈ ലോകം അത് അംഗീകരിക്കില്ല. എന്തായാലും ടീച്ചർക്ക് എന്നോട് താല്പര്യമുണ്ടെന്ന് ഇന്നത്തെ സഹകരണത്തോടു കൂടി എനിക്ക് മനസ്സിലായി. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്കാകെ ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം ആയാൽ മതിയെന്നായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നും ചേച്ചി കയറുമ്പോൾ എന്റെ മനസ്സറിയാതെ പറഞ്ഞു, അതാ അതാ വരുന്നു എന്റെ പെണ്ണ്. എന്നെ കണ്ടതും ചേച്ചിയുടെ മുഖത്ത് ഒരു വിഷമം നിറഞ്ഞ ചിരി വന്നു. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് നിന്നെങ്കിലും എന്നിൽ നിന്നും ചെറിയൊരു അകലം പാലിച്ചു. ഞാൻ എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചേച്ചി പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഞങ്ങളുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതോടെ എനിക്ക് കാര്യം ഏകദേശം വ്യക്തമായി. ചേച്ചിക്ക് കുറ്റബോധം വന്നു. ഞാൻ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും ചേച്ചിയിലേക്ക് അടുത്തു നിന്നു. അതുകൂടി ആയപ്പോൾ ചേച്ചി സംസാരിക്കുന്നത് നിർത്തി. പിന്നെ ചേച്ചി ഒന്നും മിണ്ടിയില്ല. എനിക്കൊന്നും ചോദിക്കാനും തോന്നിയില്ല. ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ കൂടെ ചേച്ചിയും ഇറങ്ങി എന്റെ സ്റ്റോപ്പിൽ. എടാ, ഒന്ന് വരുമോ? എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അതും പറഞ്ഞ് ചേച്ചി തിരിഞ്ഞ് ചേച്ചിയുടെ സ്കൂളിലേക്കുള്ള റോഡിന്റെ സൈഡിലൂടെ നടന്നു. കൂടെ ഞാനും. ആ സ്റ്റോപ്പിൽ നിന്നും ചേച്ചിയുടെ സ്കൂളിലേക്ക് വരെ 1 കിലോമീറ്റർ ഉണ്ട്.
10 മിനിറ്റിനുള്ളിൽ ചേച്ചിയുമായുള്ള പരിപാടിക്ക് ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡാ, നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് ഏകദേശം നിനക്കും അറിയാവല്ലോ. ഇടയ്ക്ക് പൊട്ടീനെ വിളിച്ച് കളിയാക്കിയെങ്കിലും എനിക്കറിയാം നിനക്ക് ചിന്തിക്കാനുള്ള വിവേക ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. ഞാൻ ചേച്ചി പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയുന്നവർ. പക്ഷേ ഇന്നലെ അത് കൈവിട്ടുപോയി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഏതുതരം ഇഷ്ടമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലടാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഞാൻ നിനക്ക് അടിമപ്പെട്ടു പോയി. ഞാൻ 1 തൊട്ട് +2 വരെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്നു എൻ്റെ അച്ഛൻ. ആളാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഞാൻ പഠിത്തത്തിൽ നമ്പർ 1 ഒന്നും ആയിരുന്നില്ല. അതിന്റെ പ്രഷറും വീട്ടിലുണ്ടായിരുന്നു. ആരെയെങ്കിലും നോക്കാൻ തന്നെ പേടിയായിരുന്നു. കാണാൻ മോശമില്ലായിരുന്നിട്ടും ആ പേടി കൊണ്ട് തന്നെ എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. +2 കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് ഞങ്ങളുടെ വിവാഹം പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ജീവിച്ചത് കൊണ്ട് എനിക്ക് വേറെ ആരും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു കമ്പനി നീ മാത്രമായിരുന്നു. നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു. എന്റെ വിഷമങ്ങളൊക്കെ മാറിയിരുന്നു. നീ വേറെ ബസ്സിൽ പോയതിന് ശേഷമാണ് ആദ്യമായി എനിക്കൊരാളെ മിസ്സാവാൻ തുടങ്ങിയത്. അതാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. എനിക്ക് നീ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ കട്ട ചങ്കായി നിന്നെയായിരുന്നു അത്യാവശ്യം. പക്ഷേ ഇന്നലെ നമ്മുടെ അതിർവരമ്പുകളെല്ലാം തെറ്റി. അതിൽ ഞാനും കുറ്റക്കാരിയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ ബന്ധം വേറൊരു തരത്തിലേക്ക് വളരുന്നത് അത്ര നല്ലതല്ലടാ. അത് നിനക്കും അറിയാവല്ലോ. നീ തീർച്ചയായും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒന്നും പറയാതെ വെറുതെ തലയാട്ടെ. നമുക്കെല്ലാം ഇവിടെ വെച്ച് നിർത്താം. ഈ കഴിഞ്ഞത് നമുക്ക് മറക്കാം. നമുക്ക് സാധാരണ ബസ് ഫാമിലിയിലുള്ളവരെ പോലെ കുറച്ച് കളിയും ചിരിയുമായി പോകാം. ഒരു അതിർവരമ്പുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് ഭാവിയിൽ കൂടുതൽ വിഷമം ഉണ്ടാക്കും. ചേച്ചി പറയാൻ വരുന്നത് ഇത് തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും അതെനിക്ക് വളരെ വിഷമമുണ്ടാക്കി. പിന്നെ ചേച്ചിയെ വിഷമിപ്പിച്ച് എനിക്കൊന്നും നേടാനില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ടെല്ലാം പഴയതുപോലെയായി. ഞങ്ങൾ സംസാരിക്കും, കളി പറയും, ചിരിക്കും. അത് സംസാരിക്കുമ്പോഴും അതിരുവിട്ട് പോകാതിരിക്കാൻ ചേച്ചി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അന്നത്തെ സംഭവത്തിന് മുമ്പ് ഞങ്ങൾ മാസങ്ങളോളം ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. ഒരിക്കൽ പോലും ചേച്ചിനെ മുട്ടി ഉരുമ്മി ഇരുന്നില്ല. അത് എത്ര തിരക്കാണെങ്കിൽ പോലും. എന്നാൽ അന്നത്തെ സംഭവത്തിന് ശേഷം ചിലപ്പോഴൊക്കെ ചേച്ചി എന്നെ മുട്ടാറുണ്ട്. അത് ചിലപ്പോൾ 1-2 സെക്കൻഡ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാലും അതെന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നു. അതറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്ന കാര്യം ഞാൻ ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. അതിനിടയ്ക്ക് ചേച്ചിയുടെ പിറന്നാൾ ദിവസം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. ഞാൻ മാത്രമായിരുന്നില്ല, ബസ് ഫാമിലിയിൽ കുറച്ചു പേരും ഉണ്ടായിരുന്നു. ഒരു 2 നില വീടാണ് ചേച്ചിയുടെ. ഞങ്ങളെ കൂടാതെ ധാരാളം പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛൻ തന്റെ ഗമ കാണിക്കാനാണ് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ അവിടെ ഇരുന്നാൽ ഫ്രീ ആയി സംസാരിക്കരുതെന്നും ജസ്റ്റ് ഒരു ഹായ് ബൈ മാത്രം പറയാനേ പാടുള്ളൂ എന്നും ചേച്ചി പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു. ഒരു ചുവന്ന ചുരിദാറിൽ മനോഹരിയായിരുന്നു ചേച്ചി. ചേച്ചിയുടെ ഹസ്ബൻഡ് കേക്ക് കട്ട് ചെയ്ത് ചേച്ചിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എന്തോ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു. എന്നിരുന്നാലും ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അമ്മ വന്ന് പരിചയപ്പെട്ടപ്പോൾ കുറച്ച് വിഷമം മാറി. ഞങ്ങൾ ബസ് ഫാമിലിയിലെ എല്ലാവരോടും സാധാരണ പോലെ പരിചയപ്പെട്ടെങ്കിലും അവർ +2 അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നവരായതുകൊണ്ടും എനിക്ക് അക്കൗണ്ടൻസി വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ടും ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് സിങ്കായി. എനിക്ക് മനസ്സിൽ നിന്നും മായാതെ കിടന്ന 2-3 ഡൗട്ടുകൾ ചോദിച്ചതോടുകൂടി അവർ എന്നിൽ നിന്നും തികച്ചും ഇംപ്രസ്ഡ് ആയി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ വേണ്ടി
എനിക്ക് അവരുടെ നമ്പരും തന്നു. പിന്നെ അവിടെ അധികം റോളില്ലാത്തതിനാൽ ഞങ്ങൾ വേഗം മടങ്ങി. ഇന്നലെ എന്തായിരുന്നു അമ്മയുമായി സംസാരം? പിറ്റേ ദിവസം ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു. അത് ഞാൻ അക്കൗണ്ടൻസിയുടെ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചതാ ചേച്ചി. ഇടയ്ക്ക് നീ ഗ്ലൂമിയായി കണ്ടല്ലോ, എന്തായിരുന്നു? സത്യം പറയണോ അതോ നുണ പറയണോ? നീ സത്യം പറ. എന്താ? അതോ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിക്ക് വായിൽ വെച്ച് തരുമ്പോൾ എനിക്ക് എന്തോ കൊതിയായി. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു. അയ്യടാ, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. പരീക്ഷകളൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചു. അവസാനമായി കാണുന്നതിന് മുൻപ് ചേച്ചി അമ്മയുടെ നമ്പർ വാങ്ങിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ SMS ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. കാര്യമായി ചാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ 1-2 തവണ വിളിക്കും, ഒരു അരമണിക്കൂർ സംസാരിക്കും, അത്ര തന്നെ. പിന്നെ വഴിയിൽ കണ്ട് പരിചയമുള്ള ഒരു ടീച്ചർ സ്ഥിരമായി വിളിക്കുമ്പോൾ അമ്മയ്ക്ക് ഡൗട്ട് തോന്നുമല്ലോ. അത് ചേച്ചി തന്നെ പറഞ്ഞതാണ്, ഒരു കാരണവശാലും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ താല്പര്യമില്ല എന്ന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം കോള് വന്നു. എടാ, നിനക്ക് നാളെ എന്താ പരിപാടി? നാളെ നാളെ എനിക്കൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ട് ചേച്ചി, അങ്ങോട്ട് പോണം. എന്താ? അപ്പോൾ ഫുൾ ടൈം ക്രിക്കറ്റ് കളി തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല, നടക്കട്ടെ. അല്ല, നിനക്ക് മേലെ വീട് തറവാട് അറിയാമോ? ആ, അറിയാലോ. എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ബൈക്കിൽ യാത്ര. ആ, അത് ഹസ്ബൻഡിന്റെ അമ്മയുടെ വീടാണ്. നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നാൽ നിന്നെ കാണാൻ പറ്റുമോന്നറിയാനായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഞാൻ ചോദിച്ചു. അമ്മയുണ്ടാവും കൂടെ. അച്ഛന് നാളെ എന്തോ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. ആണോ? ഞാൻ ഉറപ്പ് പറയുന്നില്ല. നോക്കാം ചേച്ചി, വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ചേച്ചിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അമ്മ ഉള്ളത് കാരണം ചേച്ചിയോട് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പിന്നെ മേലെ വീടായതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളൊക്കെ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. അവിടെ പോയി അവരുടെ കൂടെ ഇരിക്കുന്ന കാര്യം നടക്കില്ല. അത്യാവശ്യം വലിയൊരു ക്രിക്കറ്റ് ഭ്രാന്തനായതുകൊണ്ട്, നല്ലൊരു കളിക്കാരനായതുകൊണ്ടും തന്നെ ഞാൻ ക്രിക്കറ്റിന് മുൻഗണന കൊടുത്തു. ഫസ്റ്റ് പ്രൈസ് 5000 രൂപയാണ്. കഴിഞ്ഞ 2 കൊല്ലവും കപ്പടിച്ചത് ഞങ്ങളുടെ ക്ലബായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു ഞാൻ. രാവിലെ 8 മണിക്ക് തുടങ്ങും കളി. രാവിലെ തന്നെ പുറപ്പെട്ടു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അമിത ആത്മവിശ്വാസം കാരണമാണോ എന്നറിയില്ല, ഫസ്റ്റ് കളിക്ക് അടവെള്ള തോറ്റുപോയി. ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഞാനാണെങ്കിൽ മാറ്റി പിടിക്കുമ്പോഴും ബോള് ചെയ്യുമ്പോഴും തീരെ ഫോക്കസ്ഡ് അല്ലായിരുന്നു. എന്തോ ചേച്ചിയെ കാണണമെന്ന് മനസ്സ് തുടിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഔട്ടായി. കൂടെയുള്ളവർ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് കാണണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവിടെ നിന്നാൽ എല്ലാവരും കൂടെ എന്റെ മെക്കെട്ട് കയറുമെന്ന് ഉറപ്പുള്ളതിനാൽ ഞാൻ മുങ്ങി. അച്ഛന്റെ സ്പ്ലെൻഡർ എന്റെ കയ്യിലുണ്ടായിരുന്നു. സ്കൂൾ അടച്ചതിന് ശേഷം അത് മിക്കവാറും എന്റെ കയ്യിൽ തന്നെയാണ്. അച്ഛനാണെങ്കിൽ റബ്ബർ തോട്ടം, അത് വിട്ട് എങ്ങും പോകാറില്ല. വൈകുന്നേരം ഒരു സംഘത്തിന് പോകും, അത്രമാത്രം. ഞാൻ നേരെ വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് സുന്ദര കുട്ടപ്പനായി ഉള്ളതിൽ വെച്ച് നല്ല വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും എടുത്തിട്ട് നേരെ മേലെ വീട്ടിലേക്ക് വിട്ടു. അത്യാവശ്യം വലിയൊരു തറവാട് തന്നെയാണത്. ആ തറവാട്ടിലുള്ളവരൊക്കെ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് തന്നെ അടിപൊളി വാഹനങ്ങളിലൊക്കെയാണ് എല്ലാവരും വന്നത്. സമയം 10:30 ആകുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടുകാരും നാട്ടിലുള്ള ഫ്രണ്ട്സും ഒക്കെ വരണമെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയമാകണം. അല്ല, അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ബൈക്കിൽ വന്നു നിന്ന് അതിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കണ്ണോടിച്ചു. ചേച്ചി അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കി. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ തപ്പി നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൈക്കിൽ തന്നെ ഇരുന്നുകൊണ്ട് തപ്പിയപ്പോ കണ്ടു കുറെ പെണ്ണുങ്ങളുടെ ഇടയിൽ ചേച്ചിയും ചേച്ചിയുടെ അമ്മയും. ചേച്ചി എന്നെ കണ്ടു. ഞാൻ കൈകൊണ്ട് ഹായ് കാണിച്ചെങ്കിലും
ചേച്ചി ഒന്ന് ചിരിച്ചതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്നു. കാരണം അവരുള്ളിടത്ത് കുറെ പെൺകുട്ടികൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. ഞാൻ അവിടെ തന്നെ നിന്നു. അവിടെയുള്ളവരെ ഒന്ന് വായി നോക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ നോക്കുമ്പോൾ കണ്ടത് ചേച്ചിയുടെ അമ്മ എന്തോ പറയുന്നതും അവര് രണ്ടുപേരും എന്റെ അടുത്തേക്ക് വരുന്നതുമാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. മോനെ ദീപു, എന്താ ഉണ്ട് വിശേഷം? സുഖമാണോ? കണ്ടപ്പോഴേ ചേച്ചിയുടെ അമ്മായിയമ്മ എന്നോട് ചോദിച്ചു. ചേച്ചിയാണെങ്കിൽ കുറച്ച് പിറകിലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സുഖമാണെന്ന് മറുപടിയും കൊടുത്തു. കുറച്ച് സമയം സംസാരിച്ച് നിന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, മോനെ, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താ? ഞാൻ ചോദിച്ചു. അതുവരെ ചേച്ചി ഒന്നും മിണ്ടിയില്ല. മാത്രമല്ല, മുഖത്ത് നല്ല ചമ്മലും ഉണ്ടായിരുന്നു. അമ്മ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതൊന്നുകൂടി വന്നു. അതൊന്ന് ഇവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലൊന്ന് പോണം. എന്തിന്? ചോറ് കഴിച്ചിട്ട് പോയാ പോരെ? നല്ല സദ്യയല്ലേ ഇവിടെ? അയ്യോ, അതല്ല, ഇത് പെണ്ണുങ്ങൾക്ക് മാസത്തിൽ വരുന്നൊരു പ്രശ്നമാണ്. രാവിലെ ഒരു ഡൗട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്നാകുമെന്ന് വിചാരിച്ചില്ല. അമ്മ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ, അതിനെന്താ, കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവിട്ടോളാം. പക്ഷെ എനിക്ക് ചോക്കോബാർ മേടിച്ചു തരണം. ഞാൻ ചിരിച്ചുകൊണ്ട് ഡിമാൻഡ് ഇട്ടു. അതൊക്കെ വാങ്ങിച്ചു തരാമടാ, നീ ഇവളെ കൊണ്ടുവന്നൊന്ന് ഇട്ടിട്ട് വാ. ഞാൻ അവിടെ നിന്ന് ബൈക്ക് തിരിച്ചു. ചേച്ചി വന്ന് പിറകിൽ കയറി. ചേച്ചി കയറുമ്പോഴും ഇരിക്കുമ്പോഴും എന്നെ മുട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. എന്നാൽ തറവാട്ടിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി കൈയെടുത്ത് എന്റെ തോളിൽ വെച്ചു. അല്ല ചേച്ചി, സമയമാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാനെന്ന് കരുതിയാണ്. രാവിലെ അമ്മയോട് സൂചിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു വരണ്ട എന്ന്. അമ്മയും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ 1 വർഷം വരെ കേൾക്കേണ്ടി വരും അതിന്റെ പരാതി. അതുകൊണ്ട് കുഴപ്പമില്ല, ചിലപ്പോൾ നാളെ ആകുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ചേച്ചിക്ക് തന്നെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. പോകുന്ന വഴിയിൽ ടൗണിൽ നിർത്തി ചേച്ചി മെഡിക്കൽ സ്റ്റോറിൽ കയറി ഒരു കവറിൽ കുറച്ച് സാധനങ്ങളുമായി വന്നു. അതിലെന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ല ചേച്ചി, ഇതെന്താ ഇപ്പോഴാണ് ഇതൊക്കെ വാങ്ങിക്കുന്നേ? ഓഹ്, എന്തൊക്കെ അറിയണേ ഈ ചെക്കൻ എന്ന് പറഞ്ഞ് എന്റെ തലക്കിട്ടൊരു കിഴുക്ക് തന്നു. അല്ല, അറിയാത്തത് കൊണ്ടല്ലേ ചോദിച്ചത്. സത്യം പറഞ്ഞാ എനിക്ക് ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ചേച്ചി അമ്മയോട് കള്ളം പറഞ്ഞതാണോ? അങ്ങനെയല്ലടാ, ഇതൊക്കെ പെട്ടെന്നാവുന്നതല്ലേ. അതിനു മുമ്പ് ചില സൂചനകളൊക്കെ കിട്ടും. ചിലപ്പോൾ ഇന്നാവും, ചിലപ്പോൾ അരമണിക്കൂറിനുള്ളിലാകും, ചിലപ്പോൾ നാളെ ആകും. ഓ, അങ്ങനെ. ഞാൻ വീണ്ടും വണ്ടിയെടുത്ത്. മഴക്കാറിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്പീഡ് ഒന്ന് കൂട്ടി. എന്നാലും ഞങ്ങൾ തമ്മിലുള്ള സംസാരം ആ സ്പീഡിൽ ഓട്ടോമാറ്റിക്കലി കുറച്ചു. വീടെത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് പ്രതീക്ഷിക്കാതെ മഴ പെയ്തു. ഞാൻ എവിടെയെങ്കിലും വഴിയിൽ നിർത്താമെന്ന് വിചാരിച്ചെങ്കിലും ചേച്ചി പെട്ടെന്ന് വീട്ടിലേക്ക് എത്താമല്ലോ, അതുകൊണ്ട് നേരെ വിട്ടു എന്ന് പറഞ്ഞു. വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങൾ ശരിക്കും നനഞ്ഞു കുളിച്ചിരുന്നു. വീടിന്റെ ഗേറ്റിൽ ചേച്ചി ഇറക്കി വിട്ട് തിരിച്ചു വരാനായിരുന്നു എന്റെ പ്ലാൻ. എന്നാൽ മഴ കുറച്ചു കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ പോയി. അപ്പോ എല്ലാവർക്കും എന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ? ഇതിന്റെ ഓപ്പൺ വെർഷൻ കേൾക്കാനായിട്ട് നേരെ എന്റെ ടെലിഗ്രാം ചാനലിൽ വന്ന് അഡ്മിന് മെസ്സേജ് അയച്ചോളൂ. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പൺ വെർഷൻ കേൾക്കാൻ പറ്റും. അപ്പോ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.